വാഴ 2 ഹാഷിറും പിള്ളേരും തൂക്കി. ഇതൊരു ഗംഭീര വിജയമാണ്. കാരണം വാഴ 1 നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന് പതുക്കെ പതുക്കെ ഗംഭീര വിജയമായെങ്കിൽ ഇത് മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 100 കോടി നേടുന്ന ഒരു സിനിമയായിട്ട് മാറുമെന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അതുപോലാണ് ഇന്നത്തെക്കാട്ടിൽ ഇന്നത്തെ തിരക്ക്. ദുഃഖവെള്ളി ആയിട്ട് പോലും ഇന്ന് തിരക്ക് ബുക്ക് മൈ ഷോ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ പോലും 21K, 22K, 23K, 20Kക്ക് മുകളിലാണ് എപ്പോഴും 1 അവറിൽ തന്നെ ബുക്കിംഗ്. ഭയങ്കര ബുക്കിംഗ് ആണ്. മിക്കവാറുള്ള ഷോ എല്ലാം ഫുള്ളാണ് ദുഃഖവെള്ളി ആയിട്ട് പോലും. ഇനി ഫസ്റ്റ് ഡേ കളക്ഷനോട് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ കേരളത്തിൽ മാത്രം 5 കോടി 20 ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയും ബാക്കിയുള്ളതും വേൾഡ് വൈഡും GCC ഒക്കെ വരുമ്പോൾ 12 കോടിയാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 12 കോടിയോ അല്ലെങ്കിൽ 15 കോടിക്ക് ഇടയ്ക്ക് കളക്ഷൻ വന്നാൽ അത്ഭുതപ്പെടാനില്ല. എങ്ങനെ നോക്കിയാലും ഈ സിനിമ അസാധാരണമായ വിജയമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 100 കോടി എത്തും എന്നുള്ളത്, ഈ രീതിയിൽ പോയാൽ മിനിമം ഒരാഴ്ചയ്ക്കുള്ളിൽ 100 കോടി എത്തും എന്നുള്ളത് ഉറപ്പായി കഴിയും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനകത്ത് ഹാഷിർ, അലന്, അജിന്, വിനായക് ഇവരൊക്കെ വാഴ 1ൽ വന്നു പോയതല്ലാതെ ഒരു മുഴുനീള ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ആദ്യമായിട്ടാണ് ഒരു സിനിമ. അത് വാഴ 2ലാണ്. അവർ ചെയ്ത ആദ്യത്തെ സിനിമ തന്നെ അതിഗംഭീര വിജയം. ഇങ്ങനെ പോയ 150 കോടിയൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കളക്ട് ചെയ്യുമെന്നുള്ളൊരു സംശയമില്ല. 100 കോടി എന്തായാലും 100% ഉറപ്പാണ്. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പറഞ്ഞവരെല്ലാം അജിനായാലും വിനായകായാലും ആഷിറായാലും എല്ലാം ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കോടിക്കണക്കിന് ആൾക്കാർക്ക് പരിചിതമായ മുഖങ്ങളാണ്. അത് വലിയൊരു പ്ലസ് പോയിന്റാണ്. പിന്നെ നല്ലൊരു ഇമോഷണൽ കണക്ട് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിലെ സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ആയപ്പോൾ വിപിൻ ദാസ് ആണ് ഇതിന്റെ റൈറ്ററും പ്രൊഡ്യൂസറും, സവിനാണ് ഇതിന്റെ ഡയറക്ടർ. എന്തായാലും അതിഗംഭീര വിജയം. എന്തായാലും വാഴ ടീം തൂക്കിയ തൂക്ക് അസാധാരണ തൂക്കാണ്. എന്തായാലും 100 കോടി ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 5-6 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.